നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സർക്കാർ സേവനങ്ങൾ വാട്സപ്പിലൂടെ ലഭ്യമാക്കാൻ ഒരുങ്ങുകയാണ് ആന്ധ്ര സർക്കാർ. ജനങ്ങൾ പല ആവശ്യങ്ങൾക്കായി സർക്കാർ സ്ഥാപനങ്ങളിൽ നിരന്തരം കയറിയിറങ്ങേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത്. ജനുവരി അവസാനത്തോടെ ജനങ്ങളിലേക്ക് ഈ സംവിധാനം ലഭ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു സംക്രാന്തി പരിപാടിയുടെ ഉദ്ഘാടനത്തിൽ പറഞ്ഞു. വാട്സപ്പ് വഴി ജനങ്ങൾക്ക് ബില്ലുകളും അടയ്ക്കാൻ സാധിക്കും. ഇ ഗവേണൻസ് സംവിധാനം വഴി 150ഓളം സേവനങ്ങളാണ് ലഭ്യമാവുക. ജനന മരണ സർട്ടിഫിക്കറ്റുകൾ, ജാതി സർട്ടിഫിക്കറ്റ്, ഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകൾ തുടങ്ങി നിരവധി സേവനങ്ങളും കൂടാതെ ബില്ലുകൾ അടയ്ക്കാനുള്ള സൗകര്യങ്ങളും ഇതിൽ ഉൾപ്പെടും. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പദയാത്രയ്ക്കിടെ ലഭിച്ച പ്രതികരണത്തിൽ നിന്നുമാണ് ഇത്തരമൊരാശയം ഉടലെടുത്തതെന്ന് മുതിർന്ന TDP നേതാവ് പറഞ്ഞു. സർക്കാർ സേവനങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി പേർ പരാതി ഉന്നയിച്ചിരുന്നു. വീട്ടു സാധനങ്ങൾ ഉൾപ്പെടെ എല്ലാ തരത്തിലുള്ള സേവനങ്ങളും ഇന്ന് ഫോൺ വഴി ലഭിക്കും. സർക്കാർ സേവനങ്ങൾക്കും ഇത്തരത്തിലൊരു സംവിധാനം ഒരുക്കണമെന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചതിനൊടുവിലാണ് പുതിയ പദ്ധതി ഒരുക്കിയിരിക്കുന്നത്. റിയൽ ടൈം ഗവേണൻസ് സൊസൈറ്റി പദ്ധതിയെ വിലയിരുത്തും. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വാട്സപ്പിന്റെ പേരന്റ് കമ്പനിയായ മെറ്റയുമായി ആന്ധ്രാപ്രദേശ് സർക്കാർ 2024 നവംബറിൽ കരാർ ഒപ്പുവച്ചിരുന്നു. ഈ സേവനങ്ങൾ ലഭ്യമാകുന്നതിനായി ജനങ്ങൾ 9013151515 എന്ന സർക്കാർ ഹെൽപ്പ് ലൈൻ നമ്പർ ഫോണിൽ സേവ് ചെയ്തുവെന്ന് ഉറപ്പാക്കണം. ആദ്യം തെനാലിലാകും സേവനങ്ങൾക്ക് തുടക്കം കുറിക്കുക. തുടർന്ന് സംസ്ഥാനം മുഴുവൻ സേവനങ്ങൾ ലഭ്യമാക്കുമെന്നാണ് ആന്ധ്ര സർക്കാർ പറയുന്നത്.